സുശാന്ത് മാത്യുവിന്റെ ആ കർവിംഗ് ഗോൾ, CK വിനീതിന്റെ ലാസ്റ്റ് മിനിറ്റ് ഫിനിഷ്, ഇയാൻ ഹ്യൂമിന്റെ നിറഞ്ഞാട്ടം, ഹോസുവിന്റെ അളന്നു മുറിച്ച പാസുകൾ, ലൂണയുടെ മിന്നൽ പിണറുകൾ, കോപ്പലാശാന്റെയും ഇവാനാശാന്റെയും കമ്മിറ്റ്മെന്റ്, പൊരുതി വീണ 3 കലാശപ്പോരുകൾ, എല്ലാത്തിനുമുപരി ബൊറൂസിയ ഡോർമുണ്ടിന്റെയും പ്രീമിയർ ലീഗ് ഗ്യാലറികളെയും അനുസ്മരിപ്പിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലെ മഞ്ഞക്കടൽ. കഴിഞ്ഞ കാലങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമ്മാനിച്ച മധുര മനോഹര നിമിഷങ്ങൾ ഒരുപാടുണ്ട് നമുക്ക്. എന്നാൽ ഇന്നോ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് മാത്രമാണ് ഇന്ന് ആ തട്ടകം. സൂചി കുത്താൻ ഇടമില്ലാതിരുന്ന ആ സ്റ്റേഡിയത്തിൽ ഇന്ന് മരുന്നിന് പോലും ആരാധകരെത്തുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സെവൻസ് ടൂർണമെന്റിൽ പോലും ഇതിന്റെ 10 ഇരട്ടി കാഴ്ചക്കാരുണ്ട്. കഴിഞ്ഞ 2 സീസണും നിറ ഗാലറിയോടെ അവസാനിച്ച സൂപ്പർ ലീഗ് കേരളയും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? കളി തന്നെയാണ് പ്രശ്നം. എത്ര വലിയ ലോയൽ ആണെങ്കിലും ക്ലബോ മാനേജ്മെന്റോ അതിനോട് ഒരു ഇത്തിരിയെങ്കിലും കമ്മിറ്റ്മെന്റ് കാണിച്ചില്ലെങ്കിൽ ആരാധകർ പൊടിയും തട്ടി സ്ഥലം വിടുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ പഞ്ചാബ് FC-ക്കായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് മടക്കി വെച്ച ടിഫോയും ബാനറും അതിന് സാക്ഷിയാണ്. മുൻ സീസണുകളിൽ മാനേജ്മെന്റിന്റെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞ് നിരവധി തവണ മഞ്ഞപ്പടയും ആരാധകരും വാൺ ചെയ്തതാണ്. എന്നാൽ എന്ത് കാട്ടിക്കൂട്ടിയാലും ആരാധകരും മാർക്കറ്റ് വാല്യൂവും ഒപ്പം നിൽക്കുമെന്ന കോൺഫിഡൻസ് ആയിരുന്നു അഭിക് ചാറ്റർജി CEO-യും നിഖിൽ ഭരദ്വാജ് ഡയറക്ടറുമായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഉടമകളായ ബാക്ക്ഗ്രൗണ്ട് സ്പോർട്സ് ലിമിറ്റഡിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ താങ്ക് യു പോസ്റ്ററും അടിച്ച് കോച്ച് ഡേവിഡ് കാറ്റാലയെ പറഞ്ഞുവിട്ടത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഒരു സീസണിൽ മിന്നും പ്രകടനം നടത്തുന്ന താരങ്ങളെ അടുത്ത സീസണിൽ വിറ്റു ക്യാഷ് ഉണ്ടാക്കുക, നന്നായി കളിക്കുന്ന താരങ്ങളെ നിലനിർത്താൻ ഒരു ശ്രമവും നടത്താതെ വിട്ടുകളയുക തുടങ്ങി മാനേജ്മെന്റ് വരുത്തിവെച്ച വീഴ്ചകൾ നിരവധിയാണ്. ഏറ്റവും ഒടുക്കം പോയ സീസണിൽ നന്നായി കളിച്ച വിദേശ താരങ്ങളെ അടക്കം വിട്ടുകളഞ്ഞ് ഒരു ലോജിക്കുമില്ലാതെ പൊസിഷൻ പോലും നോക്കാതെ കുറെ അൺനോൺ വിദേശ താരങ്ങളെ കുത്തി നിറച്ച് ആരാധകരുടെ കണ്ണിൽ പൊടിയിടുകയായിരുന്നു മാനേജ്മെന്റ്. ഇതിൽ മത്സര ടൂർണമെന്റിൽ പങ്കെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടവരുമുണ്ടെന്ന് പറയപ്പെടുന്നു. ഏതായാലും വിതച്ചതല്ലേ കൊയ്യൂ എന്ന് പറഞ്ഞ പോലെ ഈ സീസണിലെ 6 മത്സരങ്ങളിൽ 5 തോൽവിയും 1 സമനിലയുമാണ് കൊമ്പന്മാർക്കുള്ളത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ലീഗിൽ അവസാന സ്ഥാനക്കാരായി ഇന്ത്യൻ ഫുട്ബോൾ ലീഗിലേക്ക് റെലഗേറ്റ് ആവാനും സാധ്യതയുണ്ട്. അങ്ങനെ തരം താഴ്ത്തപ്പെട്ടാലും പ്രശ്നമില്ല. മാനേജ്മെന്റ് ഒരു പാഠം പഠിക്കണമെന്ന ചിന്തയാണ് പാവം ആരാധകർക്കുള്ളത്. റിലഗേഷൻ എല്ലാം പോയി പാഠം പഠിച്ച് തിരിച്ചു വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കപ്പില്ലാത്ത ക്ലബ്ബുകളെല്ലാം, അതായത് RCB-യും ദക്ഷിണാഫ്രിക്കയും ന്യൂകാസ്റ്റിലും എല്ലാം കിരീടക്ഷാപം തീർത്ത കാലത്തും തങ്ങളുടെ ഷെൽഫ് ഒഴിഞ്ഞു കിടക്കുന്നത് അവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു മികച്ച കളി മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതവർ അർഹിക്കുന്നുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സിന് നൽകാനാകുന്നില്ലെങ്കിൽ ആ ആരാധക കൂട്ടത്തെ ബ്ലാസ്റ്റേഴ്സും അർഹിക്കുന്നില്ല.